ഹലോ ഫ്രണ്ട്സ്, പൈത്തണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ലോഗ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ ലോഗ് ഫയൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുമ്പോഴോ എററോ അല്ലെങ്കിൽ തന്നെ എന്തൊക്കെയാണ് ഓരോ ഫംഗ്ഷനോ മറ്റുള്ളത് വരുന്ന അതിന്റെ ഔട്ട്പുട്ട് തുടങ്ങിയതൊക്കെ നമുക്ക് ഒരു ഫയലിലോട്ട് റൈറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ആ ഫയൽ ചെക്ക് ചെയ്യാം. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. പിന്നെ എററുകൾ, വാണിങ്ങൾ ഇതെല്ലാം നമുക്ക് ലോഗ് എന്ന് പറഞ്ഞ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽ, അത് mylog.txt ലോഗ് എന്തെങ്കിലും ഇഷ്ടമുള്ള പേര് നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഫയലിലോട്ടായിരിക്കും നമ്മൾ ആ ഔട്ട്പുട്ടുകളൊക്കെ സേവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ പൈത്തണിനകത്ത് പ്രിന്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാമെന്ന് പഠിക്കുന്നത്. അതിനകത്ത് ഞാൻ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ആഡ് എന്ന് പറഞ്ഞിട്ട് 2 പാരാമീറ്റർ ആണ്, എക്സും വൈയും. ഇത് നമ്മൾ ചെയ്യുന്നു z is equal to x plus y. ഇനി ഇതിനു വേണ്ടി നമ്മളൊരു ലോഗ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ പറയുന്നത് പ്രിന്റ് ആണ് ഉപയോഗിക്കുന്നത് ലോഗ് ചെയ്യാൻ വേണ്ടി. സോ ഇവിടെ പ്രിന്റ് ഞാനിവിടെ ഒരു ഫോർമാറ്റ് ചെയ്ത് റൈറ്റ് ചെയ്യാനുണ്ട്. ഞാൻ എഫ് കൊടുക്കുന്നു. എക്സ് പ്ലസ് y ഈക്വൽസ് z എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ പിന്നെ ലോഗ് ഫയലിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ്. ഇവിടെ നടക്കുന്ന ആക്ഷൻ എന്താണ് അത് തന്നെ. ഇത് ഫയലിലോട്ട് റൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കോമ ഇട്ടിട്ട് അടുത്ത പാരാമീറ്റർ ആയിട്ട് പറയണം ഫയൽ ഈസ് ഈക്വൽ ടു. ഇതാണ് അതിന്റെ പാരാമീറ്റർ. നമുക്ക് ഫയലിലോട്ട് ഇങ്ങനെ ലോഗ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രിന്റിന്റെ ഓപ്ഷനാണ് ഇത്. പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്, പക്ഷെ അത് വളരെ എളുപ്പമാണ്. ഇവിടെ നമ്മൾ പറയുക ഓപ്പൺ എന്ന് പറയുക, ഫയലിന്റെ പേര് പറയുക. ഞാനിപ്പം mylog എന്ന് കൊടുക്കുന്നു .txt. ഇനി ഫയൽ മോഡ് കൂടെ പറയാം. ഇത് എപ്പോഴും നമുക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ അപ്പൻഡ് മോഡ് ആക്കുക, അത്രയേ ഉള്ളൂ. അപ്പൻഡ് മോഡ് എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ആയിക്കൊണ്ടിരിക്കും, റീപ്ലേസ് ചെയ്യപ്പെടത്തില്ല. സോ എന്നിട്ട് നമുക്ക് റിട്ടേൺ പറയാം, റിട്ടേൺ z. ഇതാണ് സാധാരണ ഒരു ഫംഗ്ഷൻ. നമുക്ക് ഇതുപോലെ തന്നെ ഒരു സബ്ട്രാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ കോഡ് എഴുതി ഇവിടെ ചെയ്യാം. ഇവിടെ ആക്ഷൻ മാറുന്നേ ഉള്ളൂ, മൈനസ് ആക്കണം, എക്സ് മൈനസ് വൈ z is equal to. സോ ഇവിടെ സബ് എന്ന് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് എത്ര ഫംഗ്ഷൻ വേണമെങ്കിലും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഫൈനലി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ ഞാൻ പറയുന്നു ആഡ് 10,5. ഇവിടെ സബ് 15,5. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്കിത് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഈ ഔട്ട്പുട്ട് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിയില് ഔട്ട്പുട്ട് ഫോൾഡറിൽ ഞാൻ ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇവിടെ നമുക്ക് അല്ലെങ്കിൽ ഇവിടെ ഫയൽ ഓപ്പൺ കൊടുത്തെടുക്കാം. mylog എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇൻസേർട്ട് ചെയ്തത് ആദ്യം നടത്തിയ ഓപ്പറേഷൻ 10 + 5 15, അടുത്തത് 15 - 5 10. അപ്പൊ നമുക്കിങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഇത് തന്നെ കൂടുതൽ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇതൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫയൽസ് കിട്ടും. ഇവിടെ mylog നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കൂടുതൽ എൻട്രി ഇവിടെ വന്നത്. സോ ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക.